ഹായ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ ഡാട്ടാണ്. ഞാൻ നിൽക്കുന്നത് ഗ്രീൻ ഹൗസിലാണ്. സോളമൻ ഡാട്ടിൻ്റെ ഗ്രീൻ ഹൗസ്. ആകെ 2 പേർക്കാണ് അങ്ങനെ ഹൗസ് ഉള്ളതുള്ളൂ. ഒന്ന് ഗ്രീൻ ഹൗസ് സോളമനും, വൈറ്റ് ഹൗസ് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ്. ആരാള് വാർത്തകൾ കേൾക്കാറില്ല. ഒരു വയസ്സായിട്ടുള്ള ഒരു കാരണവർക്കാണ്. 77 വയസ്സായതിൻ്റെ ആൾക്കും എനിക്കും മാത്രം അങ്ങനെ 2 ഹൗസുകളുള്ളൂ. ഇത് നമ്മൾ കാണുന്നത് ഇതിൻ്റെ എല്ലാം ഞാൻ കാലത്ത് എണീറ്റിട്ട് ഒരു എല്ലാം എടുത്തിട്ട് ഇതിങ്ങനെ കഴിക്കും. നല്ലതാണ്, രക്തം ശുദ്ധീകരിക്കാൻ നല്ലതാണ് കേട്ടോ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്രാവശ്യം തോട്ടത്തിൽ ഒരുപാട് സാധനങ്ങൾ വെറൈറ്റി വന്നിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇറങ്ങിയത്. നമ്മുടെ ബേഡ്സിൻ്റെ ഫീഡ്സിൻ്റെ ദിവസം കൂടിയാണ്. ബേഡ്സിന് ഫീഡ്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കപ്പലണ്ടീന് കേട്ടോ. എന്തുട്ട കപ്പലണ്ടി അവൻ അടിപൊളിയായിട്ടുണ്ടാവണം. നമ്മുടെ അടുത്ത മണ്ണിൽ കപ്പലണ്ടി ഉണ്ടാവും കേട്ടോ. ഞാൻ വിചാരിച്ചത് എനിക്ക് കർണാടകയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കറുത്ത മണ്ണിലായിരുന്നു കപ്പലണ്ടി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചപ്പോൾ ഇപ്പൊ നോക്കിയപ്പോൾ വെളുത്ത മണ്ണില്ല, അല്ല നമ്മുടെ ചുവന്ന മണ്ണിൽ കപ്പലണ്ടി ഉണ്ടാവും കേട്ടോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇത് കോമഡി എടുക്കണ്ട. ഭാരി സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വഴി കൂടെ ചർച്ച ചെയ്യണം. പലരും പറയണ്ട അവർ ജാതി കോമഡി എന്നൊക്കെ. നമ്മുടെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടമണി എന്നൊക്കെ പറയുമ്പോൾ അത്ര കാര്യമായിട്ട് എടുത്തോളോ. നമ്മൾ ഒരുപാട് വിഷയങ്ങളോട് കടന്നു പോകണ്ട. ഞാൻ നോക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഒരു 100 വർഷമെങ്കിലും എത്താൻ പറ്റും നല്ല യൗവനത്തിൽ എന്ന ഒരു രീതിയും കൂടി ഇതുകൂടി ഉണ്ട്. പല പച്ചമരുന്നുകളും നമ്മൾ അതിന് വേണ്ടി ശേഖരിക്കുന്നുണ്ട്. ഞാനിന്നൊരു കുന്നിൻ്റെ മുകളിലേക്ക് ഒരു ചീര പറിക്കാൻ പോയിട്ടുണ്ട്. അവർ ബ്രിട്ടീഷുകാരൻ്റെ ഒരു സ്ഥലമായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൃദു സഞ്ജീവനി എന്ന് പറയും. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ അപ്പോൾ ആ വിഷയത്തിലേക്ക് പിന്നെ പോവാം. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കൂടെ വന്ന് കുറച്ച് ദിവസം കൂടുതൽ ജീവിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ കാണുന്നത് മഞ്ഞളാണ്, തനി നാടൻ മഞ്ഞള് ഒരുപാട് ഔഷധ ഗുണമുള്ള മഞ്ഞളാണ്. മഞ്ഞളുണ്ടല്ലോ വെറുതെ വീട്ടിൽ വെച്ച് പൊടിച്ചിട്ട് അതിൻ്റെ സ്വല്പം ഒരു ദിവസം കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതിട്ടാ. ഞാനിതൊക്കെ നമ്മുടെ മദർ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പൊ കീഴാർനെല്ലിക്ക് ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കീഴാർനെല്ലിയുടെ പോലെ ഉണ്ട്. ഇത് കാരണം മണിയായിട്ട് കാണുന്നതാണ് ഈ കീഴാർനെല്ലി എന്ന് പറയണത്. ഈ മഞ്ഞപ്പിത്തത്തിനൊക്കെ ഇതൊക്കെയാണ്. അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതിൻ്റെ കുറച്ച് കൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ചില പച്ചമരുന്നുകൾ ചിലർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ചിലപ്പോൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കില്ല. പിന്നീട് അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ വലിയ വിഷയങ്ങൾക്ക് പ്രശ്നമാകും. അത് കണ്ടാണ് പറഞ്ഞുതരാത്തത്. നിങ്ങൾ അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കണ്ട, നമുക്ക് വഴിയാലെ അറിയാവുന്നതാണ്. അപ്പം നമ്മൾ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫീഡ് കൊടുക്കുന്നുണ്ട്. അത് ബേഡ്സിന് ഫീഡ് കൊടുക്കുന്നുണ്ട് അവിടെ. അവർ നമ്മൾ തുറന്നിട്ടിരിക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയ 2 ബേഡ്സുകളുടെ 2 ഇത് വീണ്ടും കപ്പലണ്ടി തന്നെയാണ് ഈ കാണിക്കുന്നത്. അപ്പം നമ്മളുടെ കപ്പലണ്ടി കൃഷി നടക്കുന്ന ഉറപ്പായി തണവുള്ള സമയത്തൊക്കെ കൂടുതലായിട്ട് ഈ കപ്പലണ്ടി കൃഷി ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഫാം എടുത്തിട്ട് അതിൽ കപ്പലണ്ടി അതുപോലെയുള്ള കൃഷികൾ തുടങ്ങിയാലോ എന്നുള്ള ഒരു ഇതുണ്ട്. ഞാൻ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ രാജശേഖരനൊക്കെ ആയിട്ട് അതിനെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. ഫാമുകളിൽ കുറച്ച് പശുവും കുറച്ച് ഇതുപോലെ ബേഡ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങളുടെ ഒരു ബ്ലോഗർ പരിപാടികൾ. പിന്നെ വേണമെങ്കിൽ നമുക്ക് അമേരിക്ക, ഇറ്റലി, ഫ്രാൻസ്, റഷ്യ, ജർമ്മനി, യൂറോപ്പ്, ഇംഗ്ലണ്ട് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പതുക്കെ പോവാലോ. അങ്ങനെ കടുക്കല്ലേ. ഇപ്പൊ നമ്മളിപ്പോ കഴിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ജീവിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം വെച്ചാൽ ഇതെന്താ ഇത് ലോകം എന്ന് പറയുമ്പോ ഇപ്പൊ കഴിച്ചവരെ മാത്രല്ലല്ലോ ലോകം. കുറെ കള്ളു കുടിച്ചു, കുറെ അങ്ങനെ നടന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഒരു രസമില്ലടോ. ഞാൻ ഒന്ന് പറഞ്ഞ പോലെ തന്നെ കോടീശ്വരന്മാരുടെ വീട്ടിലുണ്ടാവുന്ന ഒരു ചെടിയാണ്. കുറച്ചും കൂടിയും അവര് നല്ല ഒരു ഇത് എത്തിയിട്ടുണ്ട്. കുറച്ച് കാണാൻ കുറച്ചും കൂടി ഒക്കെ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ഇതിന് അതിന്റെ പ്രത്യേകത അതിന്റെ കളർ തന്നെയാണ്. പല ആളുകളും വന്നിട്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ അടുത്തുള്ള നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ മോളേച്ചി എന്നൊക്കെ പറയും, അവരൊക്കെ വന്നിട്ട് പറയും എന്താ അതിന്റെ ഭംഗി എന്നൊക്കെ പറയും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്കും വളരെ പ്രഷ്യസാണ്. ഇങ്ങനെ ഇലകൾ ഇത്രയും ക്ലിയർ ആയിട്ട് നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവര്
ചില കീടങ്ങളും പ്രാണികളൊക്കെ വന്നിട്ട് ഈ ഇതിനെ നശിപ്പിക്കുന്ന രീതിയുണ്ട്. ഇപ്പം ഞാനിപ്പോൾ സംഗതി അതിരപ്പള്ളി വാഴച്ചാൽ ഊട്ടി ഇവിടേക്ക് പോകുന്നുണ്ടെങ്കിലും ഇവർക്കുള്ള ചില മരുന്നുകൾ നമ്മൾ കറക്റ്റ് സമയത്ത് കൊടുത്തില്ലെങ്കിൽ അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കുട്ടികളെ നോക്കുക മക്കളെ നോക്കുക എന്ന് പറഞ്ഞ പോലെ ചെടികൾക്കൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ട് കഴിഞ്ഞാൽ ചൂടാവുന്ന ഒരാളാണ്. മനുഷ്യന്മാർക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നത്തിന് നിൽക്കാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഒരു അസുഖം തന്നെ. അപ്പോൾ നിങ്ങൾ ഇത് നമ്മുടെ മറ്റൊരു വേർഷനാണ്. അതൊരു എതെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളതെടുത്തിട്ട് ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ അവന് നിർത്തി. ഇത് ഒരു ചട്ടിയിൽ നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ വിരിഞ്ഞ ഒരു പ്രത്യേക ഒരു ജാതി ഡമാറ ഐറ്റംസ് ആയിട്ട് വരും. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ ഭവനം തന്നെയാണ്. എൻ്റെ ഫ്രണ്ടിലും സൈഡിലൊക്കെ ആയിട്ട് ഇപ്പോൾ തോട്ടങ്ങളിലെ ഒരു സംഭവമാണ്. ചെടികളുടെ വിത്തുകൾ, താമര വിത്ത് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. ലവ് ബേഡ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ വിലയിൽ, മിതമായ വിലയിൽ നമുക്ക് ഈ ലവ് ബേഡ്സിനെയും ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഫാം അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത്, നല്ല ക്വാണ്ടിറ്റി ഉള്ള താമര വിത്തുകൾ അതുപോലെയുള്ള ഇപ്പോൾ 101 തരം എന്താ പറയുക നമ്മുടെ 10 മണി പൂക്കളൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്പർ കേട്ടോ. ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇത് പലപ്പോഴായിട്ട് നമുക്ക് ആവശ്യം വരുന്ന നമ്പറാണത്. 9656785141. 9656784141. മലയാളത്തിൽ പറയുമ്പോൾ 9656784141. വീണ്ടും നമ്മൾ കിളികളുടെ അവിടേക്ക് പോകുന്നുണ്ടോ. കിളികൾ ഇവിടെ നമ്മൾ തുറന്നു വിട്ടിട്ട് അവർ പോണില്ല. ഞാൻ കൂട് തുറന്നു വിട്ടു. നമ്മുടെ ഭവനത്തിൻ്റെ ഫ്രണ്ടേജാണ്. ഇവിടെ ഇപ്പോൾ കുറച്ച് ചെടികൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സംഗതി ഇപ്പോൾ ഒറ്റയ്ക്കുള്ളതെന്നുണ്ടെങ്കിലും ഈ ചെടികൾ അതൊക്കെ കാണുമ്പോൾ ഒരു നമ്മളിപ്പോൾ കോൺവെന്റിൽ എവിടെയൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ. ഇത് ആണ് നമ്മളുടെ മറ്റൊരു ഓർക്കിഡാണ്. ഈ ഓർക്കിഡ് പൂത്തതാണ്. പക്ഷെ ആളെന്തോ കുറച്ച് ദിവസങ്ങളായ കാരണം എന്തുകൊണ്ട് ഞാൻ ആദ്യം ഓർക്കിഡിൻ്റെ ഒരു കൃഷി നടത്തണം എന്ന് വിചാരിച്ചാണ്. പിന്നെ അതിൻ്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ നമ്മൾക്ക് അതിനുള്ള വിപണന കേന്ദ്രങ്ങൾ കേരളത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ട് പിന്നെ അതിന് നിന്നില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു ചെടി, നല്ല വിലയുള്ളതാണ്. ഇതുകൊണ്ട് നമ്മൾ ഒരുപാട് എന്താ പറയുക മഠത്തില്, ചർച്ചില്, നമ്മളവിടെ നിന്നൊക്കെ മഠത്തിലേക്കൊക്കെ നമ്മളിത് കൊടുക്കാറുണ്ട്. ഇതിൻ്റെ ഓലകൾ വെട്ടിയിട്ട് നമ്മൾ ഈ പൂക്കൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു ഐറ്റംസാണ്. ഇതും വളരെ അപൂർവമാണ്. ഇതിപ്പോൾ ഒരു കടയ്ക്കൊക്കെ ശരിക്കും നമ്മൾ പോയിട്ട് നമ്മൾ മറ്റേ എന്താ പറയുക നഴ്സറിയിൽ പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ 150, 250, 300, 400 ഒക്കെ വരാം. ഒരു ലക്ഷത്തിനൊക്കെ പറയും. അപ്പം ഞാൻ നോക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു കടയ്ക്ക് 500 രൂപ ഈ കടയ്ക്ക് വരും. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതേ ചെടിയല്ലേ എന്നൊക്കെ പറയാതെ. അപ്പോൾ ഞാനിങ്ങനെ പറയണം നോക്കണ്ട, നമ്മളങ്ങനെ പറഞ്ഞ് ശീലിച്ച കാരണം പറയണതിനുണ്ട്. അതൊക്കെ ഗൗരവത്തിലെടുത്തിട്ട് ചില യൂട്യൂബർമാരൊക്കെ ചെയ്യണം കാണുമ്പോൾ എൻ്റെ ബോധം പോവുക. ഇതിപ്പോൾ ഇരിക്കുന്നത് കുറച്ച് നമ്മുടെ ഇതാണ്. ഇത് കുറേ വർക്കുകൾ ചെയ്യാനുണ്ട്. എന്താ ഈ കാണുന്നതാണ് നമ്മുടെ ചകിരിച്ചോറ് കണ്ടിട്ടില്ലേ? ഇത് ചകിരിയുടെ അത് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓണത്തിനൊക്കെ എന്തെങ്കിലും വേറെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇതിൽ ചെയ്യാം. അല്ലെ ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണേ. ഇതിപ്പോൾ എൻ്റെ പണിപ്പുരയിലാണ്. ചെറിയ ചെറിയ ചട്ടികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഇന്നിപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി തോന്നുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കിളികളിലെ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഇതാണ് നമ്മളെ വേറൊരു വേർഷനാണ്. അതായത് ചിലപ്പോൾ ഇത് വളരെ അപൂർവമാണ്. എന്നോടിപ്പോൾ ഇവിടെ നമ്മുടെ തൊട്ടപ്പുറത്തെ ടീമുകൾ പറയാറുണ്ട് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റംസ് ഞങ്ങൾ വേറൊരു സ്ഥലത്തും കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ ഇത്ര കളർഫുള്ളായിട്ടുള്ള ഒരു ചെടികളിലെ ഒരു ഐറ്റം നമ്മുടെ ഇവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. വേറെ എവിടെ ഉണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. മനസ്സിനും കണ്ണിനും ഒക്കെ ഒരു കുളിർമ നൽകുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ. അപ്പോൾ കളർഫുള്ളായിരിക്കുക. നമ്മളെപ്പോഴും ഒരു കളർ തന്നെ ആവർത്തിച്ചിട്ട് കാര്യമില്ല.
ഇതില് വളരെ നമ്മള് ഇന്നർ ചെടികളുണ്ട്, ഔട്ടർ ചെടികളുണ്ട്. ഇത് കുറച്ച് പണുണ്ടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു ചെടിയാണ്. ഇത് ഇന്നറിലാണ് ഉണ്ടാവുള്ളൂ. പക്ഷെ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് വെറുതെ വെയിലുള്ളിക്കാൻ വേണ്ടി ഞാൻ ഇറക്കി വെച്ചാണ്. പനയുടെ കുരു നമ്മൾ നട്ടതാണ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലത്തെ പനകളൊക്കെ വരുന്ന. ഞാൻ നഴ്സറി ആയിട്ട് നല്ല ബന്ധമുണ്ട്. നമ്മുടെ മണ്ണുത്തി അവിടെയൊക്കെ പോയിട്ട് നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാർ അതിൻ്റെ വിത്തുകൾ എനിക്ക് തരാറുണ്ട്. വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതെങ്ങനെ ചെയ്യണ്ടതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് പന. ഇത് പനയുടെ വിത്ത് നമ്മൾ കൊണ്ടുവന്ന് പാകിയിട്ടുള്ളതാണ്. പാവിട്ടുണ്ടായിട്ട് വരുന്നുള്ളൂ. പക്ഷെ ഇത് പറിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വലിയ വലിയ വേർഷൻ, അത് വലിയ ഇത് കിട്ടും. ഇതിനത്ര വലിയ വിലയില്ല. ഇപ്പോൾ ഇതിൻ്റെ അവിടെ നിന്ന് വിത്ത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 10-15 എണ്ണത്തിനൊക്കെ ഒരു 10 രൂപയ്ക്ക് കിട്ടും അത്. അപ്പോൾ അത് അങ്ങനെയുള്ള പരിപാടികളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടികളിലെ ഇപ്പോൾ ഒരു 11 മിനിറ്റായി. അപ്പോൾ ഓക്കെ, താങ്ക് യു. കിളികളിലെ അടുത്തതിന് നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഓക്കെ, കാണാം.